അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ ആലിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്യണമെന്ന് കരുതി. കത്രികയായിട്ട് ഞാൻ ഒരു വീഡിയോ പിടിക്കണമെന്ന് കരുതിയിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കിളീൻ്റെ കൂടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കിളി പോയിട്ട് നമ്മൾ അതിനുള്ള ഇത് ഒരുങ്ങാൻ പറ്റുള്ളൂ. അത് ശരിക്കും റൗണ്ട് ഷേപ്പിലാക്കി ചെയ്തെടുക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ചുണ്ട് നീളമുള്ളൊരു തേൻകുരുവി ഉണ്ട്. അത് 2 മുട്ടകളാണ് അതിലുള്ളത് കേട്ടോ. 3 മുട്ടയാണ് ശരിക്കും ഉണ്ടാവൽ. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി ഇട്ട് ഇനി വിരിഞ്ഞ് പോകണം. നമുക്ക് ഇതിന്മേലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടിയിൽ റിങ്ങിൽ പുല്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പുല്ല് ഇതിൻ്റെ ഇടയിലുള്ള ഇതുണ്ടല്ലോ, വെള്ളപ്പൂവ്, ആ ഒരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ നമ്മളത് ആ പുല്ലൊക്കെ എടുത്തിടുമ്പോഴാണ് നമുക്ക് ഈ പുല്ലിൻ്റെ ഒരു ഭംഗി, ആ പൂവൊക്കെ കളയുമ്പോഴാണ് ആ പുല്ലിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. നമ്മളതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്നുങ്ങൾ പറിച്ചിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ. ഓരോ ഈ ആലിൻ്റെ ചുവട്ടിൽ നമ്മൾ റിങ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ആ പുല്ല് ആ പൂവൊക്കെ എടുത്തിടുമ്പോഴാണ് നമുക്ക് ഈ പുല്ലിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുല്ല് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരിത് പൂവൊക്കെ എടുത്തിട്ട് ഭംഗിയാക്കാം കേട്ടോ. പിന്നെ ഈ ആല് ഒരുപാട് ചില്ലകളോട് കൂടിയിട്ടാണ് ഇത് കേട്ടോ ഈ ഒരു ആലുണ്ടായിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴാണ് കിളിക്കൂടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബായിട്ട് ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ വല്ലാതെ തൊടണില്ല കേട്ടോ. കിളി അപ്പുറത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നമ്മളത് കൂട് കേടെടുത്തുന്നുണ്ടോ എന്ന് കരുതിയിട്ടായിരിക്കും അതങ്ങനെ ഇതാണ്. ഒരു ഭയം ഉണ്ടാവുമല്ലോ, അവനവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു വിഷയം വരിക എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ അവിടെ നിൽക്കണില്ല. ഇനി ഇതൊരു 2 ആഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കൊണ്ടല്ല, അങ്ങനെ ഏകദേശം ഒരു മാസമാവും അവർ വിരിഞ്ഞ് പോവാൻ കേട്ടോ. അപ്പോൾ ഒരു മാസം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതവിടെ അങ്ങനെ നിർത്തി കുറച്ച് അധികം വളർന്നാലും നമുക്ക് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി ഈ ഒരു ചെടിയെ പറയാൻ, നമ്മളിത് ഒരു ആസ്പെറ്റോസ് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം മൊട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ പൂവ് ഇട്ടില്ല. ഈ ചൂട് കാരണം, ഈ തണുപ്പ് നല്ലുള്ള സ്ഥലത്താണ് നമുക്കത് പൂവ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പൂവ് ഇങ്ങനെ മൊട്ടായി വന്നിട്ട് അതുകൊണ്ട് ഉണങ്ങി പൂവാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഒരുപാട് വളമൊക്കെ ചെയ്തൊക്കെ ഉഷാറാക്കി ഇപ്രാവശ്യം പൂവ് തരുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ സ്ഥാനത്താക്കി വീണ്ടും അത് തെപ്പ് വരിക ചെയ്തത് കേട്ടോ. ഇത് തെച്ചിപ്പൂവാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചാണ്. നമ്മൾ ഇത് കണ്ടില്ല, ഇവിടെയാണ് നമ്മൾ വളം ഇടാത്ത സ്ഥലം, വളം ഇട്ട സ്ഥലം പുല്ലിൻ്റെ ഒരു ഇത് കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വളം ചെയ്തതാണ് കേട്ടോ. വളം ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ. അതുപോലെ തന്നെ മറ്റൊരു സാമ്പിളിന് ചെയ്തതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് ഉണ്ടായിട്ട് നല്ല കളറുണ്ട് കേട്ടോ. അത് ഈ ഭാഗത്ത് പുല്ല് കണ്ടില്ലേ. പിന്നെ ഈ ഒരു വാഗ നമ്മൾ വെട്ടിയതാണ് കേട്ടോ. വാഗ വല്ലാതെ ഉയർന്ന് വലുതായിട്ട് പുല്ലൊക്കെ ആകെ നാശമായപ്പോൾ നമ്മൾ വെട്ടിയത്. പിന്നെ അതിൻ്റെ ഒരു തൈ നമ്മളിവിടെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. തൈ കൊടുത്ത് കുഴിച്ചിട്ടിട്ട് അത് അതിൻ്റെ ആ ഒരു ഇതിൽ വല്ലാതെ വലുതാതെ ഇതാക്കണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഓറഞ്ചും റെഡും അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറും ഉണ്ട് കേട്ടോ, യെല്ലോ കളറും ഉണ്ട്. ഇത് നമ്മളെടുത്ത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുല്ല് നമ്മളിങ്ങനെ ഇതിൽ ഈ കളൊക്കെ പറിച്ച് ഇങ്ങനെ ഉഷാറാക്കി ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. നമുക്കൊരു അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് പുല്ല് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. മറ്റേത് നമുക്ക് മനസ്സിനൊരു സുഖമൊന്നും ഉണ്ടാവില്ല. കാണാൻ ഭംഗി ഉണ്ടെങ്കിലും മനസ്സിനൊരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ഒറിജിനൽ പുല്ല് നമ്മൾ നട്ട് പിടിപ്പിക്കണം. ഇത് കണ്ടില്ല, അതിൽ ആ ഒറിജിനൽ പുല്ലാകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള മരങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗി. കാരണം പിന്നെ നമ്മളിവിടെ ഈ ആസ്പെറ്റോസ് പൈപ്പിൽ ചെയ്തതാണ് ഈ ഒരു പുല്ല് കേട്ടോ. ഈ ഒരു പുല്ല് ഒരുപാട് നമ്മൾ 8 പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ആദ്യം ഈ ഫസ്റ്റ് കണ്ടത് ആദ്യം ചെയ്തത്, പിന്നുള്ളത് പിന്നെ ചെയ്തതാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ തലഭാഗത്ത് ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് ഹോളൊന്നും ചെയ്തിട്ടില്ല. മുകളിലെ ഹോളിൽ മാത്രമാണ് നമ്മൾ ഈ പുല്ല് ചെയ്യണത് കേട്ടോ.
പിന്നെ അതിപ്പോൾ നമ്മൾ വളമൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരണുള്ളൂ. ഇതിപ്പോൾ ഒരു കുറച്ചുകൂടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ട ആ ഒരു ഷേപ്പൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശരിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നിർത്തുമൊന്നും വേണ്ട കേട്ടോ. അത് അതിൻ്റെ ആ സ്വാഭാവിക വളർച്ചയിൽ തന്നെ റൗണ്ട് ഷേപ്പിലാണ് അത് ഉണ്ടാവുക, ഈ ഒരു പൈപ്പിലായതുകൊണ്ട്. നമ്മൾ ആദ്യം കാണിച്ച ഒന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു സ്വാഭാവിക വളർച്ച കൊണ്ട് തന്നെ അതൊരു പിന്നെ റൗണ്ട് ഷേപ്പിൽ ഇതൊക്കെ കണ്ടില്ല, അത് അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ അങ്ങനെ ആവണതാണ്. നമ്മളാക്കിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ കുളത്തിൻ്റെ ഭാഗം എപ്പോഴും കാണിക്കണതാണ്, എന്നാലും കാണിച്ച വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഈ പിന്നെ റെഡ് പ്ലാന്റ്, അതുപോലെ തന്നെ ബോഗൺവില്ല. ഈ ബോഗൺവില്ല ഇപ്പോൾ തേർത്ത് നല്ല പൂക്കളായിട്ട് വരികയാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ പൂക്കൾ പിന്നെ ഇതൊരു റെഡ് കളറാണ്, ഇതിൻ്റെ മഞ്ഞ നമ്മളടുത്ത് ഒരുപാട് സൈസ് പിന്നെ ഇതുണ്ട് കേട്ടോ, ബോഗൺവില്ല ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഈ പിന്നെ മുറ്റത്തിൻ്റെ 2 സൈഡിലാണ് ഇത് ഈ പോട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ലൈനായിട്ട് പിന്നെ ഈ ഒരു പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പൂ കണ്ടില്ലേ, ഇത് ഒരു മരത്തുമ്മ തന്നെയാണ് കേട്ടോ ഈ വെള്ളയും പിന്നെ ഈ റോസ് കളറുമായിട്ടുള്ള പൂവ് വരുന്നത്. പിന്നെ ഒരൊറ്റ മരത്തുമ്മത്തെ ബോഗൺവില്ലയാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇങ്ങനെ ഈ 2 ലൈനായിട്ടാണ് വെച്ചതെന്ന് പറഞ്ഞില്ലേ. നമ്മൾ മുറ്റത്തിൻ്റെ 2 സൈഡിലാണ് ഈ ചെടികളിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ചെടികളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നനയ്ക്കാനും അതിൻ്റെ ഇടയിലുള്ള പിന്നെ ഈ കളകൾ പറിക്കാനൊക്കെ ഒരു സുഖമായി ഒന്നായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം. 10 മണിമുല്ല നല്ല പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 4 സൈസ് പൂവാണ് ഇതിലുള്ളത്. നല്ല ഉഷാറായി എന്നും ഇതേമാതിരി പൂവ് വരുന്നുണ്ട് കേട്ടോ. നല്ല കളറുള്ള പൂക്കളാണിത്, ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ബോഗൺവില്ലയിലും ഇപ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു വളമൊന്നും ചെയ്യണില്ല, അത് അതിൻ്റെ ആ ഒരു സ്വാഭാവിക വളർച്ചയിൽ പൂക്കൾ ഇങ്ങനെ തരാണ്. ഈ ഒരു സീസൺ ചെടിയാണെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് ഇപ്പോൾ പൂവ് എന്നിപ്പോൾ ഒരു 6ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പൂവ് ഉണ്ടാവണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നമ്മൾ ഈ ഒരു കളറ് പൂവ് ഒരു മഞ്ഞ കളറുമാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. മറ്റേത് പിന്നെ വേറെ ഒരു 3 കളറുണ്ട്, അത് ഇതുവരെ പൂവിട്ടിട്ടില്ല. അത് എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് അറിയില്ല. നമ്മൾ പിന്നെ നല്ല വളമൊക്കെ കൊടുത്ത് ഇതിന് കൊടുക്കണം, അതേ വളം തന്നെയാണ് മറ്റതിനും കൊടുക്കുന്നത്, പക്ഷേ അത് ഇതുവരെ പൂവ് വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു യെല്ലോ കളറും ഒരു പിന്നെ വയലറ്റ് കളറും കൂടിയിട്ടുള്ളൊരു ഗ്രൗണ്ട് ഓർക്കിഡാണിത്. പിന്നെ നല്ല ഭംഗിയാണ് ഇത് കാണുമ്പോൾ കേട്ടോ, കാണാനുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മഞ്ഞയും നല്ല ഇതുണ്ട്. നമ്മളടുത്തൊരു ഇത്രയും കളറുണ്ടായിട്ട് അതൊന്നും പൂവിട്ടില്ല കേട്ടോ. എന്താ അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. നമ്മൾ നല്ല വളമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ബോഗൺവില്ല നമ്മൾ മുൻഭാഗത്ത് വെച്ച് അതിൻ്റെ മുൻപ് ഒന്ന് കാണിച്ചതാണ്. ഇത് നല്ല പൂക്കളാണ് ഈ ഒരു ഇതിമട്ടോ. ഇത് സീസണായ പിന്നെ ഈ പൂ ഇങ്ങനെ ഒഴിഞ്ഞു പോകില്ല കേട്ടോ. അതെന്നും അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും. പിന്നെ ഇവിടെ മുന്നിൽ വലിയ പോട്ടിലാണ് നമ്മൾ പിന്നെ ഈ ഇലച്ചെടി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ അടീനിയത്തിൻ്റെ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടീനിയത്തിന് നല്ല പൂക്കളാണ് കേട്ടോ. കൊലകൊലയായിട്ടാണ് ഈ പൂക്കൾ വരുന്നത്. നല്ല ഉഷാറായിട്ട് പൂക്കുന്നുണ്ട്. എല്ലാ അടീനിയത്തുമ്മലും ഇപ്പോൾ പൂക്കളുണ്ട് കേട്ടോ. ഒരടീനിയം മാത്രമല്ല, ഇത് പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ അടീനിയത്തിൻ്റെ കൊലകൊലകളായിട്ട് എല്ലാ പൂക്കളും ഉണ്ട്, കായകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ വലിയൊരു പരിചരണമൊന്നും വേണ്ട, പക്ഷേ ശ്രദ്ധ എപ്പോഴും വേണം. നന കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ വെയിലത്തും തണലത്തും ഇത് ഉണ്ടാവണം കേട്ടോ. ഞാൻ തണലത്ത് വെച്ചിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഫുള്ള് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചിട്ട് എനിക്ക് അത്ര ഒരു പിന്നെ ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മളൊരു പൂച്ചവാലൊക്കെ ഉള്ളല്ലേ, അതിൻ്റെ ഒരു ഫീലാണ് ഇത് തരുന്നത്. നല്ല കളറ്, നല്ല ഇപ്പോൾ ഒരുപാട് ഒരു ഇതിന്മേൽ പച്ച, മഞ്ഞ, നീല പല കളറും ഈ ഒരു ചെടിക്ക് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇത് അടീനിയാണ്, ഇതിൻ്റെ പൂവ് കഴിഞ്ഞതാണ്. ഈ ബോഗൺവില്ല അത് അപ്പുറത്ത് കാണിച്ച അതിൻ്റെ ഒരു തൈ ഉണ്ടാക്കിയിട്ട് ഒരു ചട്ടിയിൽ നല്ല ഉഷാറായിട്ട് പൂവിടുന്നുണ്ട് കേട്ടോ. പിന്നെ പൂ ഇങ്ങനെ ആയി വരണുള്ളൂ. പിന്നെ ഈ ഒരു റെഡ് പ്ലാന്റ് ഇത് നമ്മൾ കട്ട് ചെയ്തതാണ്. ഇന്നലെയാണ് കട്ട് ചെയ്തിട്ടൊക്കെ തൈകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് CC പ്ലാന്റ് പിന്നെ ബ്ലാക്ക് കളറാണ് കേട്ടോ. ഈ ബ്ലാക്ക് കളറ് കാരണം ഇല മൂക്കുമ്പോഴാണ് ബ്ലാക്ക് മാറുന്നത്. ആദ്യം തളിര ഇല വരുന്നത് അത് പിന്നെ പിന്നെ ഗ്രീൻ കളർ ആയിക്കാരം. പിന്നെ ഇത് മാസമാറി ചെടിയാണ് കേട്ടോ. നമ്മളൊക്കെ സിറ്റ് ഔട്ടിൽ പിന്നെ വെച്ചിട്ടുള്ളത്. ഇത് നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ അത് നല്ല കളറുണ്ടാവും കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ അവിടെ അങ്ങനെ വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ
ഇത് പിന്നെ ഈ ഭാഗത്തും തണലിൽ നമ്മൾ അടീനിയം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കൾ തരുന്നുണ്ട് ഈ അടീനിയം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം നീട്ടിക്കൊണ്ടുള്ള ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് അടിയുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോളൂ കേട്ടോ.